താൻ തൻ്റെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെ ദേവതയെ പ്രാർത്ഥിക്കും, അത്രമാത്രം. സച്ചേട്ടൻ ഇതുപോലെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? അതിനെനിക്ക് കഴിയില്ല അർച്ചന. മറ്റ് സ്നേഹങ്ങളൊക്കെ വെറും ഇഷ്ടങ്ങളോ സാധാരണ ആരോടെങ്കിലും തോന്നുന്ന സ്നേഹമായിരിക്കും. അതിനപ്പുറത്തേക്ക് എനിക്ക് ആരെയും സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ കഴിഞ്ഞിട്ടില്ല. ോട് നമുക്ക് തോന്നുന്നത് പ്രണയമായിരിക്കില്ലല്ലോ. അർച്ചന, താൻ ഉറങ്ങിയോ? ഇല്ല. തനിക്ക് ജീവിതത്തില് ആരോടെങ്കിലും ഇങ്ങനെ പ്രണയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മനസ്സിലാവും. പ്രണയം ഒരു ഭ്രാന്തമായ അവസ്ഥയാണ് അർച്ചന. അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവും. പ്രണയത്തിനുപരി ഈ പ്രപഞ്ചത്തിൽ ശക്തിയുള്ള മറ്റൊരു വികാരം എന്താണെന്ന് ചോദിച്ചാ ഇല്ലാന്ന് തന്നെ പറയാം. തനിക്കറിയോ, ഞങ്ങൾ എത്ര അകലെയാണെങ്കിലും, തമ്മിൽ കാണുന്നില്ലെങ്കിലും മിണ്ടുന്നില്ലെങ്കിലും ഓരോ ഞൊടിയിലും ഞങ്ങൾ മനസ്സുകൊണ്ട് ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അവളില്ലാതെ ഒരു സെക്കൻഡ് പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു പോകാറില്ല. അതാ പ്രണയത്തിന്റെ ശക്തി. എനിക്കറിയാം സച്ചേട്ടാ, അതിന്റെ ശക്തിയും വേഗതയൊക്കെ. ഞാനും അത് തന്നെ അനുഭവിക്കുന്ന. ഇത്രമാത്രം പ്രണയം എങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് ഓരോ നിമിഷവും ഞാനും ഒത്തിരി എന്നെ അയാൾക്കൊപ്പം ഞാൻ ചേർത്ത് വെക്കും. അയാളോട് താൻ പറ, ആളാരാണെന്ന്. ഇങ്ങനെ മനസ്സിനകത്ത് കൊണ്ടു കടന്ന് താൻ സങ്കടപ്പെടാതെ അത് ആരാണെന്നൊന്ന് പറ. സച്ചേട്ടൻ സംസാരിച്ച അയാളുടെ പ്രണയം മറന്ന് എന്നെ സ്വീകരിക്കാൻ തയ്യാറാവോ? കഴിയുമെന്ന് ചോദിച്ചാ അറിയില്ല. പക്ഷേ സംസാരിച്ചു നോക്കിയാ ചിലപ്പോ അയാളതിന് തയ്യാറായാലോ. ഇല്ല സച്ചേട്ടാ, വേണ്ട. എന്റെ പ്രണയം എന്നിൽ തന്നെ അടങ്ങട്ടെ. അതുകൊണ്ട് വേറെ ആരെയും വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല.
ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാ. എനിക്കെന്നും അയാളുടെ കൂടെ, അയാളുടെ വീട്ടിൽ, അയാളുടെ മുറിയിൽ അയാൾക്കൊപ്പം ഉറങ്ങാൻ കഴിയുന്നുണ്ടല്ലോ. അതും എത്ര കാലമെന്ന് എനിക്കറിയില്ല. അതുവരെയെങ്കിലും എവിടെ പോയി റോമിയോ? കാണാനില്ലല്ലോ. ഓ, കുളിക്കാൻ കയറിയതാണോ? എനിക്ക് പറ്റിയ കമ്പനി. അടക്കം ഒതുക്കം തീരെയില്ല. ഇതാ കിടക്കുന്ന കണ്ടില്ലേ? ഇവൾക്ക് നേരം കാലമൊന്നുമില്ലേ? ആകെ നാണക്കേടാ. വലിയ കഷ്ടം തന്നെ. നീ എന്തിനാ കരയുന്നത്? സങ്കടം വന്നിട്ട്. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? ചേച്ചി വഴക്ക് പറഞ്ഞു. ചേച്ചി വഴക്ക് പറഞ്ഞതിന് കരഞ്ഞോണ്ട് നീ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്നത്? അവിടെ ഇരുന്ന് കരഞ്ഞാ പോരായിരുന്നോ? ഇല്ലെങ്കിൽ സോഫിയ പോയിരുന്ന് കരഞ്ഞൂടെ? അവരാരും എന്നെ ആശ്വസിപ്പിക്കില്ലല്ലോ, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കുന്നത് സന്ദീപ് മാത്രമല്ലേ? എന്റെ അനഘേ കണ്ടോ, സന്ദീപിന്റെ വിളി പോലും എന്റെ അനഘേന്നല്ലേ? അതുപോലെ ആരും വിളിക്കാറില്ല. ഞാൻ പിന്നെ എവിടെ പോവാനാ? ശരി, നിന്നെ ഇപ്പൊ എന്തിനാ ചേച്ചി വഴക്ക് പറഞ്ഞത്? ഇവനോട് സെന്റി അടിച്ചാലേ കാര്യമുള്ളൂ. ഇപ്പൊ ഒരു കഥ ഉണ്ടാക്കണമല്ലോ. നിന്നോടാ ചോദിച്ചത് എന്തിനാ ചേച്ചി വഴക്ക് പറഞ്ഞെന്ന്. അനഘേ, നീ ഇങ്ങനെ കരയില്ലേ? എന്താണെന്ന് വെച്ച കാര്യം പറ. ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല. ഞാൻ എന്ത് തെറ്റാ സന്ദീപ് ചെയ്ത്? ഒന്ന് പറ. അത് ഏട്ടത്തിയുടെ ദേഷ്യം കൊണ്ടാവും. ഒന്നാമതേ, അമ്പിളി ഏട്ടത്തെ അടിച്ചതില് ഏട്ടത്തി കുറ്റബോധമുണ്ട്. ആ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചെന്ന് കാണും. സാരമില്ല, പോട്ടെ. കണ്ടോ, ഇതുപോലൊന്നും ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ടാ ഞാൻ ഓടി ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് കുറെ നേരം സന്ദീപിന്റെ അടുത്തിരുന്ന് സംസാരിക്കണം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴോ? നോക്ക്, ഇത് രാത്രിയാ. നീ ഇങ്ങനെ എന്റെ മുറിയിൽ വന്നിരിക്കുന്നത് ശരിയല്ല എനക്ക്. ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? അങ്ങനെ ചിന്തിക്കുന്നവര് ചിന്തിക്കട്ടെ. നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അത് നമുക്കല്ലേ അറിയൂ. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കണ്ടല്ലോ. നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. നാളെ നേരം വിളിക്കട്ടെ. ഇപ്പൊ ഒന്ന് പോയി തരുമോ? അപ്പൊ ഞാൻ ശല്യായല്ലേ? ആണോ? പറ. ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് നാളെ സംസാരിക്കുന്നല്ലേ പറഞ്ഞോളൂ. നാളെ രാവിലെ സന്ദീപ് കമ്പനിയിൽ പോവും. വരുന്നത് രാത്രിയില്. അതിനിടയിൽ ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ വിളിക്ക, ഞാൻ ഫോൺ എടുക്കാം. ഷോ, ഉറപ്പായും എടുക്കണം. ഞാൻ വിളിക്കും. അതല്ലേ പറഞ്ഞത് എടുക്കാന്ന്. അപ്പൊ രാവിലെ കാണാം. എനിക്ക് പോവാൻ തോന്നില്ല സന്ദീപ്.
അനക്കേ നീ എന്റെ ഏട്ടത്തിയുടെ അനിയത്തിയാ. അത് ഇതുവരെ അറിയില്ലായിരുന്നോ? ദേ രാത്രി വലിച്ച കോമഡി അടിച്ച് ഒന്ന് തരും ഞാൻ. ഞാൻ എന്റെ കവിള് നീട്ടിത്തരാം, തല്ലിക്കോ. എന്താ തല്ലുന്നില്ലേ? എനിക്കൊരടിയുടെ കുറവുണ്ടെന്ന് സന്ദീപിന് തോന്നിയല്ലോ. ചിലപ്പോ സന്ദീപിന്റെ അടി കൊണ്ട് നന്നായാലോ? നേരെ ഒത്തിരി എനക്ക് നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല. എനിക്ക് വരുന്നുണ്ട്, കിടക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിശദമായി നാളെ സംസാരിക്കാം. എനിക്ക് കിടന്ന ഉറക്കം വരില്ല സന്ദീപ്. എപ്പോഴും ഒരേ ചിന്തയാ. അതില് മൊത്ത സന്ദീപ. അതുകൊണ്ടാ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞത്. അതും സന്ദീപിന്റെ അടുത്തിരുന്നോണ്ട്. ഈ മാരണത്തെ ഒഴിവാക്കാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ. ശരി, അപ്പൊ നമുക്ക് പുറത്ത് സോഫയിൽ ഇരുന്ന് സംസാരിക്കാം. നിനക്ക് പറയാനുള്ളതൊക്കെ പറ, ഞാൻ കേൾക്കാം. Really? Oh, you are so sweet, സന്ദീപ്. എനിക്കിപ്പോ ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നുന്നു. ഇതെന്താ ഇംഗ്ലീഷ് സിനിമയോ? ഡയലോഗ് പറഞ്ഞ പാടാൻ കെട്ടിപ്പിടിക്കാൻ നീ അങ്ങോട്ട് നടന്നേ. ഏത് സമയത്താണോ? അതെ, നീ അവിടെ ഇരിക്കുക, ഞാൻ എന്റെ മൊബൈൽ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. ഗുഡ് നൈറ്റ്. പോയി കിടന്ന് ഉറങ്ങടി. നിന്നെ ഞാൻ ഇത്രയും മാറ്റിയെടുത്തില്ലേ മോനെ. പതുക്കെ പതുക്കെ ഞാൻ വരയ്ക്കുന്ന വരയിൽ നീ നിൽക്കും, ഞാൻ നിർത്തും. ഹോ, ഗ്രേറ്റ് എസ്കേപ്പ്. ഇവൾക്കെന്താ ഭ്രാന്താണോ? ഇങ്ങനൊരു ഭ്രാന്തി ഇവിടെ, വേറൊരു ഭ്രാന്തി ഫോണിൽ. എന്റെ കൃഷ്ണ, എന്റെ കഥ എന്താ ബന്ധു? ഇല്ല, ഇവിടെ തുടങ്ങാറായി. ലേറ്റ് ആവരുത് കേട്ടോ. ആ വരൂ വരൂ, വീട്ടിലെല്ലാരും വരണം. ഇല്ല, കേക്ക് മുറിച്ചിട്ടില്ല, ഗസ്റ്റുകളൊക്കെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. Sweet 60 സേതു മാധവൻ. ആദരേന്റി, ഈ സേതു മുത്തശ്ശനെ 60 സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ടോ? അതല്ലടി, സീതു അച്ഛന്റെ ഷഷ്ടി പൂർത്തിയാ. ഷഷ്ടി പുത്രിയോ? ഷത്രിപൂർത്തി അല്ല, ഷഷ്ടി പൂർത്തി. ഷത്രിപുത്രി എന്ന് വെച്ചാ 60 വയസ്സ് തികഞ്ഞൂന്നർത്ഥം. അയ്യോ, അത്രയ്ക്ക് വയസ്സായോ സേതു മുത്തശ്ശന്? ആ ഹേയ്, അതല്ല, ആദ്യമായിട്ട് അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കുന്നേ. അതിത്തിരി ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് കരുതി. അതെ അതെ, 60ാം പിറന്നാള്. ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്തണമെന്നാ കരുതിയത്. പക്ഷേ അച്ഛന് വീട്ടിൽ തന്നെ മതിയെന്ന് നിർബന്ധം. ഇല്ല, അധികാരം ക്ഷണിച്ചിട്ടില്ല. ഒരു കല്യാണത്തിനുള്ള ആൾക്കാരെ വിളിക്കേണ്ടി വരും. അപ്പൊ ശരി, അത്യാവശ്യം തിരക്കുണ്ട്, അറിയാലോ. ഓക്കെ. ആ ശ്രീറാം, ബാക്കി വരാനുള്ള ആൾക്കാരൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ മാഡം. അയ്യോ സോറി കേട്ടോ, ഫോൺ കോൾസ് കാരണം ഒരു രക്ഷയില്ല. നിങ്ങളിങ്ങനെ ഒതുങ്ങി മാറി നിൽക്കരുത് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ അല്ലേ. വരുന്ന ഗസ്റ്റുകൾക്ക് ഇവിടെ ഒരു കുറവ് വരാതെ നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം. അർച്ചനയുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോ ഇവിടെ ഗസ്റ്റ് അല്ലല്ലോ, നിങ്ങളും ഈ വീട്ടിലെ അംഗങ്ങളല്ലേ. വരുന്നവർക്ക് ഡ്രിങ്ക്സോ ചായയോ എന്താന്ന് വെച്ചാ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണേ കേട്ടോ മീരെ. പിന്നെ എനിക്ക് ചായ കൊടുക്കലല്ലേ പണി. നമ്മളെയൊക്കെ കണ്ട അവർക്ക് അങ്ങനെ തോന്നും. അവർക്കൊപ്പം നിൽക്കാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല, പണം കൊണ്ടും പദവി കൊണ്ടും. എന്റെ മീര, നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? എന്നാ പിന്നെ നിങ്ങൾ ചെന്ന് അതിഥികൾക്ക് ചായയും വെള്ളവും കൊടുക്ക്. അല്ല പിന്നെ സ്നേഹ,
ഇവിടെ ഈ മുടക്കുന്നതിന്റെ 100-1 പൈസ മതിയായിരുന്നു ഒരു 10 പവന്റെ മാല വാങ്ങാൻ. നമ്മൾ വന്നിരിക്കുന്നതേ ഇവിടുത്തെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിക്കാനല്ല. സച്ചിയുടെ അച്ഛൻ്റെ അറിവ് സന്ദീപേ വേണ്ട, നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട്. മറ്റൊരു കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കത് എന്നേ ആവായിരുന്നു. മാലതി ഇല്ലാതെ നിങ്ങളെയൊക്കെ വളർത്തി ഇത്രയാക്കിയില്ലേ. മാലതി പോയതോടെ സർവവും നശിച്ചുവെന്ന് കരുതിയവനാ ഞാൻ. ആ നഷ്ടം ഒരു തീരാ നഷ്ടം തന്നെയാ. ഞങ്ങളൊക്കെ ഇല്ലേ അച്ഛാ, അമ്മയ്ക്ക് പകരമാവില്ലെങ്കിലും. നിങ്ങൾ എൻ്റെ പിറന്നാൾ ദിനം ആഘോഷിക്കുമ്പോഴും അച്ഛൻ്റെ മനസ്സ് വിങ്ങുക. എല്ലാ വർഷവും എൻ്റെ പിറന്നാൾ ഓർത്തുവെച്ച് എൻ്റെ പേരിൽ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കഴിപ്പിച്ച് എൻ്റെ നെറ്റിയിൽ അവള് തൊട്ടുതരുന്ന ആ ചന്ദനക്കുറിയുടെ തണുപ്പ് ഇപ്പോഴും പോയിട്ടില്ല. ആ നല്ല ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല. അതില്ലാതാവണമെങ്കിൽ ഞാൻ മരിക്കണം. അച്ഛാ ഞാൻ സോറി അച്ഛാ. ഏയ് സാരമില്ല. ആ സ്നേഹനിധി എന്നെ വിട്ടുപോയെങ്കിലും അവളുടെ വയറ്റിൽ പിറന്ന എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് അളവറ്റ സ്നേഹം തരുന്നുണ്ടല്ലോ, അത് മതി. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാ ഈ അച്ഛൻ ജീവിച്ചിരിക്കുന്നതന്നെ. അച്ഛാ, ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കരയിക്കല്ലേ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം എത്ര സന്തോഷിച്ചേനെ. അത് ഓർത്താൽ മതി അച്ഛ. പിന്നല്ലാതെ. May I? Yes, come in. അച്ഛനും മക്കളും എന്താ ആകെ ശോകാണല്ലോ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ഞങ്ങൾ ഈ സന്ദീപേട്ടനൊരു കല്യാണക്കാരെ ആലോചിക്കുമായിരുന്നു. എപ്പോഴും സങ്കടത്തിലാവുമല്ലോ. കെട്ടുന്നാൾ ഇയാളല്ലേ. നീ വെറുതെ അടി വാങ്ങുവേ. അച്ഛാ, ദേ ഈ കോന്തനെ പിടിച്ചോടനെ കെട്ടിക്കണം, അല്ലെങ്കിൽ ഇവൻ ആരുടെയും കൈ പിടിച്ചോണ്ടങ്ങ് കേറി വരുന്ന ലക്ഷണമാ. ആര്? സന്ദീപോ? അന്ന് ലോകം അവസാനിക്കുമ്പോളെ. അത് അച്ഛന്റെ തോന്നലാ. മിണ്ടാപ്പൂച്ചകളൊക്കെ കാലോടയ്ക്കുന്നാണല്ലോ. ഇവനിപ്പോ ഫുൾ ടൈം മൊബൈൽ അച്ഛാ. ആണോടാ? ഇതെന്ത് ഭംഗിയാ. സൂപ്പർ ഗ്രാൻഡ്പാ, ഇതെന്തൊരു സ്റ്റൈലാ. ആ ഹിന്ദി സിനിമയിലെ അമിതാഭ് ബച്ചനെ പോലെ ഉണ്ട്. എടി, അമിതാഭ് ബച്ചൻ അല്ല, അമിതാഭ് ബച്ചൻ. ആ അത് തന്നെ, സെയിം ടു സെയിം. അവിടെ മുകളിൽ സച്ചിയങ്ങളും നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട്. സച്ചിയങ്ങൾ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുവാണോ? അല്ല, അങ്ങള് ഒരുക്കുക. ആരെ? അച്ഛൻ്റെ
എങ്ങനെയുണ്ട് സച്ചേട്ടാ? ഭംഗിയുണ്ട്, പക്ഷേ ഒരു കുറവുകൂടിയുണ്ട്. അതെന്താ? ഒരു മിനിറ്റ്.